നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 2 ന്യൂ ഇയർ ക്രാഫ്റ്റ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ന്യൂ ഇയർ ക്രാഫ്റ്റ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് പേപ്പേഴ്സാണ്. വേസ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് 2 ന്യൂ ഇയർ ക്രാഫ്റ്റ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അതുപോലെ തന്നെ ആരൊക്കെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പേപ്പേഴ്സ്, അതായത് ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ആവശ്യമില്ലാത്ത കീറിപ്പാടുന്ന പേപ്പേഴ്സിനൊക്കെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ചെറിയ റെക്റ്റാങ്കിൾ പോലത്തെ ഷേപ്സ് കട്ട് ചെയ്തെടുക്കുക. പറ്റുമെങ്കിൽ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലത്തെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. സ്കെയിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നല്ല ഷേപ്പായിട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ സീസർ എടുത്തിട്ട് ആ റെക്റ്റാങ്കിൾസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. റെഡ് കളർ മാത്രം മതിയെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് കളേഴ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡിൻ്റെ കൂടെ മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈറ്റും കൂടിയും വൈറ്റ് കളർ പേപ്പേഴ്സും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു A4 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പേപ്പേഴ്സൊക്കെ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എണ്ണമാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കുറച്ച് ഇന്ന അളവിൽ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് 2021 നമ്മളുടെ ഗോൾസ്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ഡ്രീംസ് അങ്ങനെയൊക്കെ പറയില്ല. 2021 നമ്മൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞു പേപ്പേഴ്സിൽ എഴുതി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതന്നെ ആവുന്നൊന്നുമില്ല. 2021 എന്തെങ്കിലും ഒരു ഗോൾസോ അല്ലെങ്കിൽ വല്ല മോട്ടിവേഷൻസോ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ കോട്ട്സോ എന്തെങ്കിലും എഴുതി വെക്കുക. അതാകുമ്പോൾ നമ്മൾ ഡള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറേ എയിംസും ഗോൾസൊക്കെ എഴുതി. പക്ഷെ പിന്നെ ആയപ്പോൾ എനിക്കതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് മോട്ടിവേഷൻസും കുറച്ച് ഇൻസ്പിറേഷണൽ കോട്ട്സൊക്കെ എഴുതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് കിട്ടും. അപ്പം അങ്ങനെ എഴുതി കുറച്ച് പേപ്പറിൽ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ എഴുതിയിട്ട് ഈ പേപ്പേഴ്സൊക്കെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ജാർ പോലത്തെ ഒരു സംഭവത്തിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിയെടുത്തിട്ട് ഞങ്ങൾ ഒന്നെങ്കിൽ ഫോൾഡ് ചെയ്യാം അല്ലെങ്കിൽ റോൾ ചെയ്യാം. നമുക്ക് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഈ കുഞ്ഞു പേപ്പർ പീസസ് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പേപ്പർ പീസസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ചെറിയൊരു ജാറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറുതാവണമെന്നൊന്നുമില്ല. നമുക്ക് വലിയ ജാർ യൂസ് ചെയ്തിട്ട് വലിയ പേപ്പർ പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും അതിനകത്ത് ഇടാം. ഞാൻ കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയൊരു കുഞ്ഞ് ജാർ എടുത്തതേ ഉള്ളൂ. ഈ ജാറ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് 4 സെറ്റായിട്ടാണ് ഈ ജാറ് കിട്ടുക കേട്ടോ. ഈ ജാറിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഗോൾസ് എഴുതാൻ പോകണം. നമ്മൾ 2021 ഗോൾസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ജാറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗോൾസ് എഴുതാൻ പോവാണ്. നമ്മളിങ്ങനെ ചെറിയൊരു ഡിസൈനിൽ നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഗോൾസ് എഴുതിയിട്ട് ഈ കുഞ്ഞു ജാറിലേക്ക് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെർമനൻറ്റ് മാർക്ക് യൂസ് ചെയ്തിട്ട് 2021 എഴുതി.
പിന്നെ നമ്മൾ സാധാ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഉള്ളിലൊക്കെ കളറൊക്കെ ചെയ്യാൻ നോക്കി. അതാകുമ്പോൾ മായ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ മായ്ക്കാൻ പറ്റില്ല. സോ എഴുതുമ്പോൾ നന്നായി സൂക്ഷിച്ച് എഴുതുക. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഓർ ജാറിൻ്റെ മേലെ നമ്മളൊരു വൂള് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഒരു ബോ പോലെ വൂള് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. വൂളില്ലെങ്കിൽ ഈ തിന്നായിട്ടുള്ള റിബൺ ഉണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുത്താലും രസമുണ്ടാവും കേട്ടോ. ബോട്ടിലൊക്കെ നല്ല ബോക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പേപ്പേഴ്സൊക്കെ ഇട്ടാൽ ഇങ്ങനെയായിരിക്കും സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോകാം. നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു അയസ്തറ്റിക് മോഡലുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരിപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ ഹാഫാണ് ഇട്ടിട്ടുള്ളത്. അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കുറേ ന്യൂസ് പേപ്പറിൽ നിന്ന് കുറേ കഷ്ണങ്ങളും കുറേ ഡയറിയിൽ നിന്ന് വേറെ കുറേ കഷ്ണങ്ങളും അങ്ങനെ കുറേ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വെച്ചിട്ട്, അതായത് നമ്മൾ കുറേ കാർഡ്ബോർഡ് പീസസിൻ്റെ കഷ്ണങ്ങളും കുറേ കഷ്ണങ്ങളും എല്ലാം കൂടിയും കൂട്ടി വെച്ചിട്ട് ഒരു സംഭവം കിട്ടും. അത് നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ത്രൂ ഔട്ട് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയും കൂട്ടി വെച്ചിട്ട് നമുക്കൊരു അയസ്തറ്റിക് മോഡലുള്ളൊരു കാർഡ് പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി വരുന്നതൊക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ പല ഡിസൈനുള്ള പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്ക്രാപ്പ് പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനം തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് പഴയ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. പഴയ ന്യൂസ് പേപ്പേഴ്സ്, പഴയ കാർഡ്ബോർഡ് പീസസ് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന കുറേ കാട്ടുചെടികളിൽ നിന്ന് കിട്ടുന്ന പൂവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പൂവ് കുറേ എവിടെയെങ്കിലുമൊക്കെ കുത്തി തിരുകി വെച്ചാൽ ഒരു അടിപൊളി ഭംഗി കിട്ടും ഈ ഒരു കാർഡിന്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡൾ കളർ പോലുള്ളൊരു കളർ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 സ്ക്വയർ പീസസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിന് മേലെ ഹാപ്പി ന്യൂ ഇയർ എന്ന് ബ്ലാക്ക് ജെൽ പെൻ കൊണ്ട് എഴുതി. അപ്പോൾ നമ്മളൊരു A4ൻ്റെ ഹാഫ് ടു ഹാഫ് ആയിരുന്നല്ലോ എടുത്തിരുന്നത്. അപ്പോൾ മറ്റേ ഭാഗത്ത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു അങ്ങനെ തിരിക്കുമ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് കാർഡായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെയും കുറേ വേസ്റ്റ് പേപ്പേഴ്സും കുറേ വേസ്റ്റ് മറ്റേ കാർഡ്ബോർഡിൻ്റെ പീസസും കുറേ കളർ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് അവിടെയും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. പേജിൽ നിന്നൊരു ചെറിയ പീസ് കീറിയിട്ട് അവിടെ ഒട്ടിച്ചിട്ട് അതിന് മേലെ ഒരു ചെറിയ ന്യൂ ഇയർ മെസ്സേജ് പോലെ എഴുതി.
ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാരെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ കണ്ടിട്ട് ഇത് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിവേ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോസ്. ടിൽ ദാറ്റ് ബൈ ബൈ.